ബംഗാളിൽ കേരള തെരഞ്ഞെടുപ്പ് പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ UDF, LDF മുന്നണികൾക്ക് വിജയം അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. രണ്ട് മുന്നണികളും കേരളത്തിൽ പരാജയം ഉറപ്പിച്ചു എന്ന് മോദി പറഞ്ഞു. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. നോബൽ, മോദിയുടെ വാക്കുകൾ എന്തായിരുന്നു ബംഗാളിൽ? സുധി, പശ്ചിമബംഗാളിലെ കത്വയിലാണ് ഇന്ന് പ്രധാനമന്ത്രി പൊതുറാലിയെ അഭിസംബോധന ചെയ്തത്. അവിടെ വെച്ചാണ് അദ്ദേഹം പുതുച്ചേരി, കേരളം, അസം അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പരാമർശിച്ച് കേരളത്തിലെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. കാരണം കേരളത്തിൽ UDFനും LDFനും വിജയം അവകാശപ്പെടാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. UDFും LDFും ഈ രണ്ട് മുന്നണികളും പരാജയം ഉറപ്പിച്ചു എന്നാണ് മോദി വ്യക്തമാക്കുന്നത്. കാരണം ജനം അറിഞ്ഞ് BJPക്ക് വോട്ട് ചെയ്യുകയാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അതേ രീതിയിൽ തന്നെ പശ്ചിമബംഗാളും വിധി എഴുതണം എന്നാണ് മോദി ഇന്നിപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രൂക്ഷമായ വിമർശനം മമതാ ബാനർജി സർക്കാരിനും TMCക്കും തൃണമൂൽ കോൺഗ്രസിനും എതിരെ മോദി ഇന്നിപ്പോൾ കത്വയിൽ ഉയർത്തി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 3 രംഗങ്ങളിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് റാലി ഉണ്ടായത്. അതിൽ പശ്ചിമബംഗാളിലെ ആദ്യ റാലിയിൽ കത്വയിൽ അതിരൂക്ഷ വിമർശനം മമതാ ബാനർജിക്ക് എതിരെ ഉയർത്തി. പ്രത്യേകിച്ച് മമതാ സർക്കാർ അഴിമതിയുടെ സർക്കാരാണ്, ജനങ്ങളുടെ സ്വത്തും പണവും ഒക്കെ ഊറ്റിയെടുക്കുകയാണ്, ജനങ്ങളെ ഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. പശ്ചിമബംഗാളിലെ കഴിഞ്ഞ 15 വർഷത്തെ ഭരണം ഒരുപാട് പിന്നോട്ട് വലിച്ചു. അതുമാത്രമല്ല, നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കാക്കി മാറ്റി അവർക്ക് മറ്റ് അവകാശങ്ങൾ നൽകി സാധാരണക്കാർക്ക് ലഭിക്കേണ്ട റേഷൻ പോലും അവർക്ക് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മോദി സർക്കാർ പ്രത്യേകിച്ച് നടപ്പാക്കിയ പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാത്ത സാഹചര്യം ഉണ്ടായി. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരെ പൂർണ്ണമായും ഇവിടുന്ന് തുരത്തും എന്നടക്കമുള്ള വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രി എന്താണെങ്കിലും മുന്നോട്ടിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാർ പ്രധാനമായി നടത്തിയ ചില പദ്ധതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തൃണമൂൽ കോൺഗ്രസിന് എതിരെ ധവളപത്രം ഇറക്കുന്ന കാര്യം അടക്കം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ വോട്ട് ചോദിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ BJP വിജയിക്കും എന്ന പരാമർശം, പ്രത്യേകിച്ച് UDFും LDFും പരാജയം ഉറപ്പിച്ചു എന്ന പരാമർശം അടക്കം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉയർന്നത്. ശ്രുതി, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിൽ കേരള തെരഞ്ഞെടുപ്പ് പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.